ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. എല്ലാവർക്കും ആഗ്രഹമല്ലേ? ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ദൈവത്തിൽ വിശ്വസിക്കുക. മക്കളൊക്കെ നമ്മൾ ദൈവത്തിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവരുടെ ഉയർച്ച ഭയങ്കരമായിരിക്കും കേട്ടോ. വലിയ ബുദ്ധിയുള്ള മക്കൾ പറയും ദൈവം ഇല്ലമ്മേ, അതൊന്നും കേൾക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിൽ കുഞ്ഞിലേ കിട്ടുമ്പോൾ മുതൽ നമുക്ക് മക്കളെ തന്നത് ദൈവമാണ്. ദൈവത്തിൽ തന്നെ മക്കളെ വളർത്തുക. നമ്മുടെ തലമുറ ദൈവജനം എന്നറിയപ്പെടണം. കള്ളും കഞ്ചാവും ഒടിച്ച് നടക്കുന്ന തലമുറയൊന്നും ആയിരിക്കരുത്. ദൈവത്തിനെ കീഴ്പ്പെട്ട് ഭയപ്പെട്ട് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യം കണ്ടിട്ട് നമ്മുടെ മക്കളും തലമുറയൊക്കെ വരണം, നമ്മളും വരണം. സങ്കീർത്തനം 55:22 പറയാം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചു കൊള്ളുക, അവൻ എന്നെ പുലർത്തും. നീതിമാൻ കുടുങ്ങിപ്പോവാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ല. നീതിമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല സ്വഭാവം ഉണ്ടായിട്ട് ഞാൻ നല്ല നീതി പ്രവൃത്തി ഒന്നുമല്ല നീതിമാൻ. നീതി എന്ന് പറഞ്ഞാൽ സൗജന്യ ദാനം. യേശുവിൻ്റെ സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവ് എന്നീ വസിക്കുമ്പോൾ ഞാൻ നീതിമാനാകണം. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച കാരണം ആ നീതിമാൻ കുടുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. അപ്പോൾ അത് എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുക. നമ്മുടെ മനസ്സിലെ ഭാരം ദൈവത്തിനെ ഏൽപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെയാണ്. കുറേ കുർത്ത പുതിയ സെറ്റും ഉണ്ട്, കുറച്ചൊരു ഓഫറും ഉണ്ട് കേട്ടോ. ചെറിയ ഓഫർ, ഈ റീസ്റ്റോക്ക് വന്നതിൻ്റെ ഒന്ന് ഭാരം കുറയ്ക്കണതാണ് കുറേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഏറ്റവും നല്ലത് കുറേ നമ്മൾ റീസ്റ്റോക്ക് അടിക്കില്ല, അതിൻ്റെയൊക്കെ കുറച്ച്. അപ്പോൾ ഇതൊക്കെ പുതിയത് ആദ്യം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് അവസാനം. ഇത് മൽക്കോട്ടൻ്റെ ആണ്. ടോപ്പ് നിറച്ച എംബ്രോയ്ഡറി, കയ്യേൽ എംബ്രോയ്ഡറി, ബോട്ടം ചുറ്റും എലാസ്റ്റിക്കുള്ള ബോട്ടം. മൽക്കോട്ടൺ അല്ല കേട്ടോ, ഫ്ലസ് കോട്ടൺ. ഫ്ലസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം കോട്ടനെ പറയണേ കേട്ടോ. ഹാൻഡ്ലൂം വാഷ്ഡ് ഹാൻഡ്ലൂമിൻ്റെ ആണ്. അപ്പോൾ സൈസ് മീഡിയം തൊട്ട് XXL വരെ 1499. ഈ കളർ ഇപ്പോഴത്തെ ഒരു ഭയങ്കര ഒരു ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാട്ടോ. ഒരു ഓറഞ്ചിൻ്റെ ഒരു പേസ്റ്റൽ കളർ, നല്ല കളറാണ്. ഏറ്റവും ഫേസിന് ഒന്നാതെ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ കളറില്ലേ. 1499. ഇത് നമുക്കൊരു നല്ലൊരു പ്ലെയിൻ ബോട്ടവും സോഫ്റ്റ് മൽക്കോട്ടൻ്റെ ആട്ടോ. സോഫ്റ്റ് സൈഡ് ഓപ്പൺ ആണ്. ഒരു കോളറില്ല, ചുമ്മാ വീനക്ക്. 1399 ആട്ടോ സൈസ്. മീഡിയം തൊട്ട് 3XL വരെ. നമുക്കിത് ഇടുമ്പിയൊക്കെ ഭയങ്കര സുഖമാട്ടോ. ആൾക്കാരൊന്ന് ഇടാൻ കയറിയാൽ മതി, അപ്പം തുണികൾ എടുത്തോളൂ. മൽക്കോട്ടനാകുമ്പോൾ ഭയങ്കര സുഖം. 1399. ഇതും ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആട്ടോ. അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ വർക്കുണ്ട്. ഫ്രണ്ട് വീനക്ക്, ബാക്ക് അങ്ങനെയും. ബോട്ടം ചുറ്റും എലാസ്റ്റിക്കുള്ള പാരൽ ബോട്ടം ആട്ടോ. സൈഡ് ഓപ്പൺ അല്ലേ? സൈഡ് ഓപ്പൺ അല്ല അല്ലേ? ആ, പോക്കറ്റ് ഉണ്ട്. A-ലൈൻ ആട്ടോ. A-ലൈൻ ആണ്. 1299 ആട്ടോ. 1299 ആണ്. മീഡിയം തൊട്ട് XXL വരെ 1299. ബാക്ക് ഇങ്ങനെ ആട്ടോ. നല്ല സെറ്റാട്ടോ. നമുക്ക് കഴുകി ഒക്കെ കൊണ്ടു കിടക്കാം. സോഫ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയലാണ്. ലൈനിങ് ഉണ്ടോ നോക്കിയതാ. ലൈനിങ് ഇല്ല, പക്ഷെ നെല്ലടിക്കില്ല. അതെ, ഇത് നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്യണ സംഭവം ആട്ടോ. കൈയുടെ അറ്റത്ത് ഇങ്ങനെ ലേസ് ഉണ്ട്. ബോട്ടത്തിൻ്റെ അടിയിലെ ലേസ് ഇങ്ങനെയുണ്ട്. 2 ഷെയ്ഡ് വന്നിട്ടുണ്ട്. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 1599 ആട്ടോ. നല്ല സെറ്റാണ്, നിങ്ങളെടുത്തോ. അതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ. ഇടുമ്പോൾ നല്ലതാട്ടോ. 3 പീസാണ് കട്ടിങ്ങൊക്കെ. ഇത് കണ്ടോ, ഇതിൻ്റെ കട്ടിങ്ങൊക്കെ 3 പീസാണ്. ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. XXL XXL വരെയുള്ളൂ. ബോട്ടം ബാക്കിൽ എലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ ഇത്. നല്ല സെറ്റാണ്.
ഇത് നിർബന്ധിച്ച് നമ്മൾ ആൾക്കാർ വരുമ്പോൾ ഒന്ന് ഇടിയിച്ചാൽ മതി, അപ്പം എടുത്തോളൂ. ഞാൻ താഴെ ഉണ്ട് ഫുള്ള് പെട്ടെന്ന് വിറ്റ് തീരണ സംഭവമാണ്. ഇടുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഇത് ഇടുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കേട്ടോ. എക്സലുകാർക്ക് ഡബിൾ എക്സൽ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നണം, കുഴപ്പമൊന്നുമില്ല. 3XL വരെ ഇല്ല ആരും. ഇത് റയോണിൻ്റെ ആട്ടോ. കഴിഞ്ഞ ദിവസം റയോൺ ചോദിച്ചോന്നില്ല, ഇത് മേളിൽ നിന്ന് പറയുമ്പോഴാണ്. റയോൺ എപ്പോഴും ആൾക്കാർ ചോദിച്ചോളൂ, എനിക്ക് കിട്ടാനുമില്ല. 599 ഉള്ള പൈസ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ 599. ലാർജ് മാത്രമേ ഉള്ളൂ. ഇത് ലാർജ് തൊട്ടാണോ? ഇത് മീഡിയം എന്ന് പറഞ്ഞാൽ ലാർജ് തൊട്ട് ഡബിൾ എക്സൽ വരെ ആട്ടോ. ഇതിൻ്റെ കെട്ട് വന്നപ്പോ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ലാർജ് മാത്രം അവർ കയറ്റി വെച്ചേക്കുക. അവർക്ക് തെറ്റുപറ്റി. അപ്പം ഇനി തിരിച്ചയക്കണേക്കാളും ഭേദം നമുക്ക് ഇത് വിൽക്കാലോ എന്ന് ഓർത്തോണ്ട. 699 ഒരു ഫ്രോക്ക് മോഡലാട്ടോ. ഏലൈനാണ്. നല്ല നല്ല ഇൻഡിഗോ. ഇത് ലാർജ് മാത്രമുള്ളേ. ഇത് എക്സലുകാർക്കും കുറേ പാകാവൂന്ന് എനിക്ക് തോന്നുന്നു. മീഡിയംകാർക്ക് എടുത്തിട്ട് ബാക്കിൽ ടക്കിട്ടാൽ മതി. ഇതിൻ്റെ കെട്ട് വന്നപ്പോൾ അതിൽ ലാർജ് മാത്രമേ ഉള്ളൂ. എന്ത് അബദ്ധം പറ്റിയതാണ്. ഇങ്ങനെ സൈസ് നല്ല ഫ്ലെയർ ഉള്ള നമ്മുടെ ഇൻഡിഗോ ബ്ലൂവിൻ്റെ നല്ല ഇതുകൂട്ട് കാന്താവർക്കിൻ്റെ കോട്ടൺ, നല്ല പ്യുവർ കോട്ടൺ. 699 ഉള്ളൂ. ഇവിടെ വർക്കും ഉണ്ട്. നല്ല പാറ്റേൺ. ഇങ്ങനെ ഈ പാറ്റേൺ ഇപ്പോൾ അപ്ഡേറ്റ് നല്ല ഇത് ഫാഷനുള്ളതാണ്. ഇത് നമ്മുടെ റീസ്റ്റോക്ക് ആട്ടോ. 799 നമ്മുടെ റീസ്റ്റോക്കാണ്. ലാർജ് തൊട്ട് 3XL. ഇത് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാർ എടുക്കണം കേട്ടോ. ബാക്കി വർക്കില്ല കേട്ടോ. പക്ഷെ നല്ല രസം ഇടാനും നല്ല സുഖ. റയോൺ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്. അപ്പോഴും നമ്മുടെ നല്ല നിറച്ച് വർക്കും ഉണ്ട്. സൂപ്പർ സംഭവം. ഇനി കുറച്ച് റീസ്റ്റോക്കിൻ്റെ ആട്ടോ. റീസ്റ്റോക്ക് വന്നിട്ട് കുറച്ച് ബാലൻസ് വന്നാണ്. ഇതൊക്കെ മൽക്കോട്ടൻ്റെ സൂപ്പർ സംഭവം ആട്ടോ. ബോട്ട ഇത് 1250 കിട്ടും കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ 1250 കിട്ടും. പെട്ടെന്ന് എടുത്തോട്ടോ. ഇത് കണ്ടോ നമ്മുടെ പാനൽ ഇങ്ങനെ. ഇത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഇട്ടതാ. ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പാനൽ കട്ടിങ്ങിൻ്റെയാണ്. ഒത്തിരി നല്ല ഫ്ലെയർഡാണ്. നമുക്ക് ഓണത്തിനൊക്കെ ഇടാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് കണ്ടോ. ഇത് 950 കേട്ടോ. 950 കിട്ടുവേ. മീഡിയം തൊട്ട് എക്സൽ വരെ. മീഡിയം തൊട്ട് എക്സൽ വരെ ഉള്ളൂ അല്ലേ? മീഡിയം തൊട്ട് എക്സൽ വരെ ഉള്ളൂ. ഇത് പക്ഷേ ഇത് നല്ല ഫ്ലെയറൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഭയങ്കര ഇത്ര ഇങ്ങനെ തയ്ക്കണേന് തന്നെ ആ വില വരുമെന്ന് എനിക്ക് തോന്നാം. നമുക്കിടെ അധികം കുർത്തേ ഞാൻ പിങ്ക് എടുക്കണം. വേറെ ഒന്നുമല്ല, ഈ കളറാങ്കിൽ പെട്ടെന്ന് വിറ്റ് തീരും. അത് കാരണം നിങ്ങളോർക്കും എല്ലാം പിങ്ക് എന്നാ വന്നേക്കണത്. ഈ സ്റ്റോക്ക് അധികം എടുക്കണത് ഈ പിങ്കിന്റെ കെട്ടുകളാണ്. അതാ പിങ്ക് ബാക്കി വന്നത്. 1099. അപ്പോൾ ഇതിന് എത്രയായിരുന്നു എന്നോട് പറഞ്ഞേ? 1099. അപ്പോൾ 899 കേട്ടോ. ഇതിന്റെ വില 899. പ്യുവർ മൽക്കോട്ടൺ ആട്ടോ. ഒരു മിക്സിംഗ് ഇല്ലാത്ത മൽക്കോട്ടൺ ആണ്. പ്യുവർ മൽക്കോട്ടൻ്റെ ആണ്. മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. ഏലൈനും ആട്ടോ. ഡബിൾ എക്സൽ വരെ ഏലൈനാണ്. ഇടാനും സുഖ. കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. ഇതിന് കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. പെട്ടെന്ന് എടുത്തു. ഇതിൻ്റെ അപ്പോൾ ഇതിന് 550 രൂപ കേട്ടോ. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ കേട്ടോ. ഇത് റീസ്റ്റോക്ക് ആണേ. അപ്പോൾ പെട്ടെന്ന് എടുത്തോട്ടോ. 550 രൂപ. നല്ല ജോർജറ്റിൻ്റെ നല്ല ഫ്ലെയർഡ് കൂടി ലൈനിങ് ഒക്കെയുള്ള സൂപ്പർ സംഭവമാണ്. അപ്പം തോന്നണ വില ഇറങ്ങുന്നത്. അത് കാരണം കൺഫ്യൂഷൻ വില പറയുമ്പോൾ. ഇത് കണ്ട പാനൽ കട്ടിങ് ആണ്. 799. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. ഇത് പ്യുവർ ഈ മൽക്കോട്ടൺ ആട്ടോ. അതിൽ ഫുൾ എംബ്രോയ്ഡറി ബോട്ടം. ഇത് കാരണമാണെന്ന് നമ്മൾ ഒത്തിരി റീസ്റ്റോക്ക് എടുത്ത്.
മീഡിയം തൊട്ട് 3XL വരെ. 1499. അതെ അല്ലേ, 1299 കേട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. ഇനി ഷോളിൻ്റെ പ്ലെയിൻ ഷോളുകൾ എത്രയായിരുന്നു? 220. അറ്റത്ത് ഇങ്ങനെ ലേസ് പോലെ ഇങ്ങനെയുണ്ട്. നല്ല നീളമുള്ള കേട്ടോ. നീളം കുറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടത്തെ കാണിച്ചത്. അതെ, നീളം കുറഞ്ഞതിന് വില കുറവാണ്, പക്ഷേ ഒട്ടും നീളയില്ല. 220 അല്ലേ? ഇത് 3 ഷെയ്ഡ്, ഇത് 3 ഷെയ്ഡ്, ഇത് 3 ഷെയ്ഡ്. എപ്പോഴും ചോദിക്കും ഇങ്ങനെ പ്ലെയിൻ ഷോള് കസ്റ്റമേഴ്സ്. ഞാൻ സാധാരണ എടുക്കാറുകൂടെ ഉള്ളതല്ല. ഈ ഇത് നമ്മൾ ഭയങ്കര എൻക്വയറി ഉള്ള ഷോളായിരുന്നു കേട്ടോ. റീസ്റ്റോക്ക് വരുത്തിയേക്കണതാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഇത് റീസ്റ്റോക്ക് എടുത്തവർക്കൊക്കെ. എത്രയായിരുന്നു? 550. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഭംഗി വന്നേ. ബ്ലാക്ക് ജോർജറ്റൊക്കെ എടുത്താൽ ഇങ്ങനെ ഇത് ഇട്ടാൽ മതി. ഭയങ്കര ജോർജറ്റിന് തന്നെ വലിയ വിലയില്ലോ. അടിപൊളിയായിരിക്കും. മെറൂണോ ബ്ലാക്കോ ജോർജറ്റ് എടുത്താൽ മതി. മൊടാലല്ല, സൂപ്പറാ. മൊടാലല്ല കേട്ടോ. ബ്ലാക്ക് മൊടാലൊക്കെ എടുത്താൽ ഇതല്ലേ എന്ത് രസമായിരിക്കും. 550 കേട്ടോ. കണ്ടല്ലോ അല്ലേ, അറ്റമൊക്കെ ടാസിൽസ് ഉണ്ട്. സൂപ്പറാണ്. അത് ഇതിൻ്റെ അല്ലല്ലോ, ക്രേപ്പറ്റാണ്. 550 തന്നെയാട്ടോ ഇതിനും. ഇത് വേറെ വെറൈറ്റി. ചുറ്റും ടാസിൽസ്. അതിൻ്റെ ഇൻഡിഗോ ബ്ലൂ, അതിൻ്റെ വേറെ പ്രിന്റ്. അപ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് വർത്താനം പറയാം. എല്ലാവരും പ്രാർത്ഥിച്ച് നമുക്ക് യേശുവിൻ്റെ കൃപയായി യുദ്ധം തീർന്നില്ലേ, സമാധാനമായില്ലേ. എന്തോരം വീടുകളിലായിരുന്നല്ലേ ടെൻഷൻ. ഗൾഫ് രാജ്യം അപ്പടി നമ്മൾ മലയാളികളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിടെ കേരളത്തിൻ്റെ ഒരു പച്ചപ്പെന്നൊക്കെ പറയണത് അവിടെ നിന്ന് കൊണ്ടുവന്ന കാശൊക്കെ അല്ലായിരുന്നോ. എന്തൊരു സമാധാനമായില്ലേ. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നമുക്ക് ആ യുദ്ധം തീർന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പം നമുക്ക് ആ യുദ്ധം തീർന്നപ്പോൾ എന്തൊരു സന്തോഷം. അങ്ങനെ അപ്പോൾ ഓരോ കാര്യം അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം. അത് മറ്റുള്ളവരുടെ കാര്യമായാലും ഇപ്പം എന്താ, മറ്റുള്ളവർക്ക് ഒരു അസുഖം വരുമോ. ഞാൻ ഒരു പ്രെയർ ഹെവൻലി ഫീസ്റ്റിൽ ഒരു സാക്ഷ്യം കേട്ടതാട്ടോ. പെട്ടെന്ന് പറയാം കേട്ടോ. ഒരു പുള്ളിക്കാരി പോയപ്പം അടുത്ത വീട്ടിൽ അവർ വാടകയ്ക്ക് താമസിക്കുന്ന വലിയ പണമുള്ള അടുത്ത വീട്ടിലെ ഒരു കൊച്ചിന് ക്യാൻസറാണെന്ന് കേട്ടു. ഒരു ചെറുപ്പം കൊച്ചുള്ളൂ, അവർക്ക് മജ്ജയിൽ ക്യാൻസറാണെന്ന് കേട്ടു കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരി ആ വീടിൻ്റെ വാതിക്കൽ അത് അറിയൂല, കയറാൻ എപ്പോഴും ഗേറ്റ് അടച്ചിട്ട് ആ വാതിക്കൽ പോയിരുന്നു. എപ്പോഴും ആ വീട്ടിലെ ചെറുപ്പം കൊച്ചിന് എൻ്റെ യേശുപ്പാ ഒരു പ്രാർത്ഥിച്ച രീതി പറയുക. കഞ്ഞോളം പോലെ പാട പോലെയുള്ള യൂട്രസിൽ ഇത്ര മക്കളുണ്ടായാൽ അത് പൊട്ടിപ്പോണില്ല അങ്ങയുടെ കൃപയാൽ. പിന്നെ ആ കൊച്ചിന് ചില മജ്ജ കൊടുക്കാൻ അങ്ങേക്ക് പറ്റൂലേ, അതിന് മജ്ജ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ഇതെന്നും പ്രാർത്ഥിച്ചിട്ട് വരുന്നു. പിന്നെ അവരവിടുന്ന് താമസം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാലം, 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞ് ഇത് അവിടെ എങ്ങാണ്ട് കല്യാണത്തിന് പോയപ്പോൾ അതിൽ കൂടെ പോയപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ കാര്യം ഓർത്ത് ഇങ്ങനെ ചോദിച്ചു. അതിൽ കൂടെ നടന്നത് പോയേ. അപ്പോൾ ഒരു കൊച്ചിനെ കണ്ടു, ഇതിന് പരിചയമുള്ള. മോനെ ഈ വീട്ടിലെ കൊച്ചിനെ എങ്ങനെയുണ്ട് അസുഖം? അയ്യോ ആ ചേച്ചി ആ ചേട്ടന് ആ കൊച്ചിൻ്റെ അസുഖം എല്ലാം മാറി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ചെറുപ്പം കൊച്ചും ബൈക്കിന് ആ വീട്ടിയിട്ട് ഓടിക്കയറി വന്നു. ഇതിനിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവന്നു. ഇത് പ്രാർത്ഥിച്ച കൊച്ചല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയെന്ന് പറഞ്ഞു. ഇത് ആ വീട്ടുകാർക്കും അറിയാൻ പാടില്ല, ഈ കൊച്ചിനും അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഈ വീട്ടിലെ ഗേറ്റിയിട്ട് നോക്കി ഇതിങ്ങനെ സന്തോഷം കൊണ്ട് ദൈവത്തിനെ അവിടെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചെറുപ്പം കൊച്ച് ഷർട്ട് ഊരിയിട്ട് ആ പുറത്തെ മുറ്റത്തേട്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ണ് നിറഞ്ഞ ആ കൊച്ചിനെ കണ്ടു എന്ന് പറഞ്ഞു. അവർക്ക് ആർക്കും അറിയാൻ പാടില്ല ഇത് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇതിൻ്റെ സന്തോഷം പറഞ്ഞ് ഇത് കരഞ്ഞുകൊണ്ട് പറയുക. നമ്മൾ ഓരോരുത്തരും അങ്ങനെയായിരിക്കണ്ടേ. നമുക്കതിൻ്റെ പ്രതിഫലമല്ല വേണ്ടേ, അവരുടെ ആ അനുഗ്രഹത്തിൻ്റെ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമുക്കുടെ ഹൃദയം അങ്ങനെയാകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയമാകട്ടെ. അപ്പം എല്ലാവരെയും ശുഭ്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.